ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 239 അയ്യങ്കാർ ശാസ്ത്രിയുടെ ഭക്തിയും ബഹുമാനവും. ഭാഗം 239 അയ്യങ്കാർ ശാസ്ത്രിയുടെ ഭക്തിയും ബഹുമാനവും ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ മധുരയ്ക്കടുത്ത് മുട്ടയറസ് എന്ന കാട്ടുപ്രദേശത്തുള്ള ഒരു ബംഗ്ലാവിൽ ഗുരുദേവൻ ഇരിക്കുകയായിരുന്നു. ഗോവിന്ദാനന്ദ സ്വാമികളും മറ്റു ചില പരിചാരകന്മാരും അപ്പോൾ അടുത്തുണ്ടായിരുന്നു. സാധാരണയായി ആളുകൾ കയറി വരാൻ മടിച്ചിരുന്ന കാട്ടുപ്രദേശമായിരുന്നതുകൊണ്ട് അവിടം പരമശാന്തമായിരുന്നു. ഒരു ഉച്ച നേരത്ത് ഗുരുദേവൻ ഭക്ഷണം കഴിഞ്ഞ് ഒരു വലിയ മരച്ചുവട്ടിൽ കാറ്റേറ്റിയിരിക്കുമ്പോൾ കുറച്ചാളുകൾ അവിടേക്ക് കയറി വന്നു. അവരുടെ പൂണൂലും കുടുമയും വേഷവിധാനവും ഒക്കെ കണ്ടപ്പോൾ വൈഷ്ണവ ബ്രാഹ്മണന്മാരായ അയ്യങ്കാർമാരാണ് അവരെന്ന് ഗോവിന്ദാനന്ദ സ്വാമികൾക്ക് മനസ്സിലായി. പലജാതി പഴങ്ങളും ഒരു കൂട നിറയെ പുഷ്പങ്ങളുമായിട്ടായിരുന്നു അവർ വന്നിരുന്നത്. അവരെല്ലാം വലിയ ഭക്തിയോടെ ഗുരുദേവനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അതുകണ്ട് ഗോവിന്ദാനന്ദ സ്വാമികൾ വളരെ അതിശയപ്പെട്ടു നിന്നു. കാരണം അയ്യങ്കാർ ബ്രാഹ്മണന്മാർ അവരുടെ കുലഗുരുവിനെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കുന്ന പതിവുണ്ടായിരുന്നില്ല. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൃദ്ധനോട് ഗുരുദേവൻ പ്രത്യേകമായി കുശലാന്വേഷണം നടത്തുകയും വലിയ അടുപ്പം കാണിക്കുകയും ഉണ്ടായി. സായാഹ്നമായപ്പോൾ ആ വൃദ്ധനായ ഭക്തൻ തൃപ്പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്തി. അതിനുശേഷം അദ്ദേഹം ഗോവിന്ദാനന്ദ സ്വാമിയോട് പറഞ്ഞു, തൃപ്പാദങ്ങളെ മനുഷ്യരൂപമുള്ള ദൈവമായിട്ടാണ് ഞാൻ ആരാധിക്കുന്നത്. അത് കേട്ട് ഗുരുദേവൻ ചെറുതായൊന്ന് മന്ദഹസിച്ചു. എന്നിട്ട് ആ ഭക്തനെ അടുത്ത് വിളിച്ചു. ഗുരുദേവൻ ഗോവിന്ദാനന്ദ സ്വാമികൾ കേൾക്കെ ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം മകനെയും കൂട്ടി കാഞ്ചീപുരത്ത് പോയി ഗോവിന്ദാനന്ദനെ കാണണം. ഭക്തൻ, അങ്ങനെ ആവാം സ്വാമി. ഗുരുദേവൻ, ഗോവിന്ദാനന്ദന് അയ്യങ്കാർ ശാസ്ത്രിയെ അറിയാമോ? സ്വാമികൾ, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുവാൻ ഇടവന്നിട്ടില്ല. ഗുരുദേവൻ, 5-6 കൊല്ലം മുമ്പ് നാം മധുരയിൽ ഇരിക്കുമ്പോൾ അയ്യങ്കാർ ശാസ്ത്രി കാണാനെത്തിയിരുന്നു. അന്ന് കൂടെ ചിത്തഭ്രമത്തിനടിമപ്പെട്ട ഒരു മകനുമുണ്ടായിരുന്നു. തെല്ലിട കഴിഞ്ഞ് ഗുരുദേവനെ ഒന്നുകൂടി വണങ്ങിയിട്ട് ആ അയ്യങ്കാർ ശാസ്ത്രി ഗോവിന്ദാനന്ദ സ്വാമിയോടായി പറഞ്ഞു, എൻ്റെ മകൻ ഒരിക്കൽ കടുത്ത ചിത്തഭ്രമമായിരുന്നു. അത് മാറിക്കിട്ടുന്നതിന് മധുരയിലുള്ള പേരുകേട്ട എല്ലാ വൈദ്യന്മാരെ കൊണ്ടും ചികിത്സിപ്പിച്ച് നോക്കിയതാണ്. പക്ഷേ ഗുണമുണ്ടായില്ല. ഒടുവിൽ ഗുരുസ്വാമികളെ ഞങ്ങൾ വന്നു കണ്ടു. അന്ന് ഒരു പഴമെടുത്ത് അവിടുന്ന് എൻ്റെ മകന് കൊടുത്തു. അവൻ അത് വാങ്ങി അവിടെ നിന്ന് തന്നെ ഭക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞ് ഇനി പോകാം, സൗഖ്യം വന്നുകൊള്ളും എന്ന് തൃപ്പാദങ്ങൾ കൽപ്പിച്ചു. ദിവസങ്ങൾക്കകം അവൻ്റെ രോഗം ഭേദമായി. മുടങ്ങിപ്പോയ പഠനം തുടരുകയും BA പരീക്ഷ പാസ്സാവുകയും ചെയ്തു. ഇപ്പോൾ മദ്രാസിൽ സർക്കാർ ഉദ്യോഗം നോക്കുകയാണ്. അപ്പോൾ ആ വൃദ്ധൻ്റെ കണ്ണുകളിൽ നിന്നും അശ്രുകണങ്ങൾ ധാരധാരയായി പൊഴിഞ്ഞു വീഴുകയുണ്ടായി. ഗുരുവേ ശരണം ശരണം ഗുരുവേ ശ്രീനാരായണ ഗുരുവേ ശരണം, തവ പദ ശരണം തിരുവടി ശരണം ശ്രീനാരായണ ഗുരുവേ ശരണം. ഗുരുവേ ശരണം ശരണം ഗുരുവേ ശ്രീനാരായണ ഗുരുവേ ശരണം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 239 അയ്യങ്കാർ ശാസ്ത്രിയുടെ ഭക്തിയും ബഹുമാനവും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.